നമസ്കാരം. ഞാൻ ബിജീഷ് വള്ളൂർ. പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. നമുക്ക് വരും ദിവസങ്ങളായാലും നമുക്ക് നിഫ്റ്റീനെ മാനേജ് ചെയ്യാനുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കാം. അതിന് മുൻപ് തന്നെയായിട്ട് ഇന്നത്തെ മാർക്കറ്റിൽ സംഭവിച്ച് നമുക്കൊന്ന് ക്വിക്കായിട്ട് നമുക്ക് നോക്കാം. നിഫ്റ്റിയിലും ഇന്ന് ഓപ്പൺ ചെയ്തിരിക്കുന്നത് റെസിസ്റ്റൻസ് ഏരിയയിലാണ്. നമ്മൾ ഈ ഒരു ലെവലിൽ 412 നമ്മൾ റെസിസ്റ്റൻസ് നൽകിയിരുന്നത്. 412 താഴെ വീക്ക്നെസ് ആണ്. സഡൻ ഫാള് മാർക്കറ്റിൽ കിട്ടുമെന്ന് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അതിനുശേഷമായിരുന്നു നമ്മൾ നൽകിയിരിക്കുന്ന സപ്പോർട്ട്, ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവൽ ഹോൾഡ് ചെയ്തുകൊണ്ടാണ് നിഫ്റ്റി നിലനിർത്തിയിരുന്നത്. നിഫ്റ്റിക്ക് 460 മുകളിൽ നമ്മൾ ബൈ സെന്റിമെന്റിലാണ്, ബൈ ട്രെൻഡാണ് നമ്മൾ സൂചിപ്പിച്ചിരുന്നത്. ഒരു 11 കൂടി തന്നെ നിഫ്റ്റിയിൽ ഈ ഒരു ലെവലിൽ ബൈ ആക്റ്റീവ് ആയിരുന്നു. അതിനുശേഷമായാലും നമ്മൾ ഈ ഒരു ലെവൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, വ്യക്തമായിട്ട് സൂചിപ്പിച്ചിരുന്നു. 460 വിട്ട് കഴിഞ്ഞാൽ അടുത്ത റെസിസ്റ്റൻസുകൾ കാണുന്നില്ല. 22,500 ലെവലൊന്നും റെസിസ്റ്റൻസ് കാണുന്നില്ല. നമ്മൾ റെസിസ്റ്റൻസ് പറഞ്ഞിരുന്ന 600 അടുത്താണ്, 23,600 അടുത്താണ്. എക്സാക്റ്റ് ആയിട്ട് ഈ ഒരു ലെവൽ വിട്ടതിന് ശേഷം വന്നു നിന്നത് പോലും 23,620 630 റെസിസ്റ്റൻസിന്റെ അടുത്തായിരുന്നു. അതിനുശേഷം ആ റെസിസ്റ്റൻസും ബ്രേക്ക് ചെയ്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ്പ് മൂവ്മെന്റ് ആണ് മാർക്കറ്റിൽ കണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു മൊമെന്റ് നമുക്ക് അത് എങ്ങനെ മാനേജ് ചെയ്യാൻ വരും ദിവസങ്ങളായാലും നമുക്ക് നിഫ്റ്റിയിലെ റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏതാണെന്ന് നമുക്ക് നോക്കാം. കറന്റ് ട്രെൻഡിനെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. കറന്റ് ട്രെൻഡ് സ്റ്റിൽ പോസിറ്റീവ് ആണ്. കറന്റ് ട്രെൻഡിനൊപ്പം മൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിഫ്റ്റി എപ്പോഴാണ് റിവേഴ്സ് ആകുന്നതെന്ന് അറിയാനായിട്ട് എപ്പോഴും എല്ലാ ദിവസവും വീഡിയോസും വാച്ച് ചെയ്യുക. കൃത്യമായിട്ടുള്ളൊരു അപ്ഡേറ്റ് നൽകുന്നതായിരിക്കും. കാരണം നിഫ്റ്റി ആയാലും ഈ ഒരു ലെവലിൽ മുകളിലേക്ക് ബൗൺസ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ സൂചിപ്പിച്ചായിരുന്നു, ഈ ഒരു ലെവലിൽ തന്നെ നിഫ്റ്റി ഷോർട്ട് ടൈം ബൈയിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പൊ നിഫ്റ്റിയിലും ഇപ്പോൾ വരും ദിവസങ്ങളുടെ സിറ്റുവേഷൻ നമുക്ക് നോക്കാം. വരും ദിവസങ്ങളായാലും നമുക്ക് നിഫ്റ്റിനെ മാനേജ് ചെയ്യാനുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏതാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് സ്റ്റിൽ പോസിറ്റീവ് തന്നെയാണ്. എന്നിരുന്നാലും റെസിസ്റ്റൻസ് ഏരിയകളുണ്ട്. സപ്പോർട്ട് റെസിസ്റ്റൻസിനനുസരിച്ച് മാനേജ് ചെയ്യുക. അപ്പൊ നിഫ്റ്റിയിലും 22,800 ഇൻട്രാഡേയിൽ ഹോൾഡ് ചെയ്യേണ്ട സപ്പോർട്ട്. 23,800 23,800 ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യുക. ഹയർ ലെവലിലേക്ക് ആയാലും റെസിസ്റ്റൻസ് ഉണ്ട്. ഈ ഒരു ലെവൽ സ്ട്രോങ് റെസിസ്റ്റൻസ് ഏരിയ ആണ്. ക്വിക്ക് പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരിക്കും ഇപ്പോൾ സേഫ്. എൻട്രി കിട്ടിക്കഴിഞ്ഞാലും ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാലും ക്വിക്ക് പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരിക്കും സേഫ് വരുന്നത്. ഈ ഒരു ലെവല് 23,880 23,910 ഇത് രണ്ടും തൊട്ടടുത്ത് റെസിസ്റ്റൻസുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവല് ക്വിക്ക് ആയിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഏറ്റവും സേഫ്. 23,910 മുകളിൽ റെസിസ്റ്റൻസ്, 23,910 മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ പിന്നെ റെസിസ്റ്റൻസ് 24,000 ആണ്. 24,000 മുകളിൽ 24,065 ഇതാണ് ഹയർ ലെവൽ റെസിസ്റ്റൻസ് കാണുന്നത്. അതുപോലെ തന്നെ 23,800 ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യുക. ഷോർട്ട് സെല്ലേഴ്സ് വെയിറ്റ് ചെയ്യുക. ഇതിന്റെ താഴെ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമാണ് വീക്ക്നെസ്. ഇതിന്റെ താഴെ പ്രോഫിറ്റ് ബുക്കിന് ഒരു ചാൻസ് ഉണ്ട്. 23,700 തൊട്ട് താഴെയാണ് സപ്പോർട്ട് വരുന്നത്. 23,695 സപ്പോർട്ട് വരുന്നത്. അതുപോലെ തന്നെ അതിന്റെ താഴെയും സപ്പോർട്ട് ഉണ്ട്. 23,650 സപ്പോർട്ട് വരുന്നത്. 23,650 സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് 650 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. അതിനുശേഷം ഇതിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ റെസിസ്റ്റൻസിന്റെ ഒരു താഴെ സസ്റ്റെയിൻ ചെയ്യുമ്പോൾ മാത്രം ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. അല്ലെങ്കിൽ സപ്പോർട്ടിൽ ഹോൾഡ് ചെയ്യുമ്പോൾ ബൈ ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. 23,650 താഴെ സപ്പോർട്ട്, 23,600 സപ്പോർട്ട് ഉണ്ട്. 600 റേഞ്ചിന്റെ അടുത്ത് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഉണ്ട്. 600ഉം ബ്രേക്ക് ആതെ കുറച്ച് വീക്ക്നെസ് ആണ്. പിന്നെ സപ്പോർട്ട് വരുന്നത് 23,415 സപ്പോർട്ട് വരുന്നത്. ഇപ്പൊ നിഫ്റ്റിയിലെ ഇത്ര സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്യുക. എക്സാക്ട് ആയിട്ടുള്ള ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് സാധിക്കും. മാർക്കറ്റിൽ വലിയ അവസരമായിട്ട് നമുക്ക് ഒരു ദിവസമുള്ള അപ്ഡേറ്റിൽ വീണ്ടും കാണാം. താങ്ക് യു.